കഴിഞ്ഞ മാസം 21-നാണ് പാലക്കാട് വെച്ച് ഒരു വൈറൽ മോഷണം നടക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള ജിയോ എന്ന് പറയുന്ന യുവാവ് പാലക്കാട് ചന്ദ്രനഗറിൽ ഒരു മൂൺ സിറ്റി ഹോട്ടൽ നടത്തുന്നുണ്ട്. ഈ ഹോട്ടലിലേക്ക് കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ശിവകുമാർ മോഷണത്തിന് വേണ്ടി എത്തുകയാണ്. ഞാൻ ഈ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഈ കാണുന്ന വഴിയിലൂടെയാണ് അനീഷ് എന്ന് പറയുന്ന ഈ മോഷ്ടാവ് മോഷണത്തിന് വേണ്ടി വരുന്നത്. ഇത് ഹോട്ടലിൻ്റെ പിറകുവശത്തൂടെയുള്ള ഒരു ഇടനാഴിയാണ്. ഈ ഇടനാഴി പൊളിച്ചുകൊണ്ട് അനീഷ് ഈ ഹോട്ടലിനകത്തേക്ക് പ്രവേശിക്കുന്നു. നേരെ അനീഷ് ആദ്യം പോകുന്നത് ഈ ഹോട്ടലിൽ പണം സൂക്ഷിച്ചു വെച്ചിരുന്ന ക്യാഷ് കൗണ്ടറിലേക്കല്ല, ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് ക്യാഷ് കൗണ്ടറിലുള്ളത്. പക്ഷേ ക്യാഷ് കൗണ്ടറിലേക്ക് അനീഷ് കയറുന്നില്ല. പകരം അനീഷ് ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ അനീഷ് നേരെ വരുന്നത് ഈ ഹോട്ടലിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ കിച്ചൺ മേഖലയിലേക്കാണ്. കിച്ചണിലേക്ക് നേരെ അനീഷ് വരുന്നു. ഈ കാണുന്ന ഫ്രിഡ്ജിൽ പിറ്റേ ദിവസം ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബീഫ് സൂക്ഷിച്ചിരുന്നു. ഈ ബീഫ് ഈ ഫ്രിഡ്ജിൽ നിന്ന് അനീഷ് എടുക്കുന്നു. അതിനുശേഷം പിന്നീട് പാചകവിദ്യ കൃത്യമായി അറിയുന്ന, മോഷണത്തിനൊപ്പം തന്നെ പാചകവിദ്യയും കൂടി കൃത്യമായി അറിയുന്ന അനീഷ് ഹോട്ടലിൻ്റെ ഈ അടുപ്പ് ഉള്ള ഭാഗത്തേക്ക് എത്തി ഈ ബീഫ് ചൂടാക്കി കഴിക്കുന്നു. മാത്രമല്ല അതിനുശേഷം പിന്നീട് ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കുന്നു. ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ അനീഷ് നേരെ എത്തുന്നത് ഈ ഹോട്ടലിൻ്റെ ക്യാഷ് കൗണ്ടറിലേക്കാണ്. ഭക്ഷണം പാകം ചെയ്യാൻ വെക്കുന്നു. അതിനുശേഷം ക്യാഷ് കൗണ്ടറിലേക്ക് എത്തുന്നു. ക്യാഷ് കൗണ്ടറിൽ നിന്നും പിന്നീട് ഈ ഹോട്ടലിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിക്കുന്നു. ഹോട്ടൽ ഉടമയായിട്ടുള്ള ജിയോൻ്റെ വിലപിടിപ്പുള്ള ഒരു ഫോണിൻ്റെ ചാർജർ മോഷ്ടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സൺഗ്ലാസ് മോഷ്ടിക്കുന്നു. അതിനുശേഷം വീണ്ടും അടുക്കളയിൽ പോകുന്നു. ഭക്ഷണം എടുത്തു വന്ന് നേരെ ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഹോട്ടൽ ഉടമയെല്ലാം നിൽക്കുന്ന ഈ മേഖലയിലാണ്. അന്ന് ഇവിടെയായിരുന്നു ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ഇവിടെ ഇരുന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ പണവുമായി കടന്നു കളയാം എന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്ന സമയത്താണ് ഈ മോഷ്ടാവ് തൊട്ട് മുകളിലുള്ള ഈ CCTV ക്യാമറ കാണുന്നത്. ഇതോടുകൂടി പരിഭ്രാന്തിയിലാവുന്നു. പക്ഷേ അപ്പോഴും താൻ എടുത്ത പണമോ അല്ലെങ്കിൽ ഭക്ഷണമോ അവിടെ വെച്ച് മുങ്ങാനല്ല ഈ അനീഷ് എന്ന് പറയുന്ന മോഷ്ടാവ് ശ്രമിച്ചത്. താൻ ഉണ്ടാക്കിയ ആ ബീഫ് പെട്ടെന്ന് തന്നെ പാർസലാക്കി എടുക്കുന്നു. മോഷണം ചെയ്ത് കിട്ടിയ എല്ലാ കളവും മുതലുകളും അതും കൊണ്ട് അനീഷ് വന്ന വഴിക്ക് തന്നെ ഈ ഇടനാഴിയിലൂടെ കടന്നു കളയുകയായിരുന്നു. ജിയോ നൽകിയ പരാതിയിൽ പിന്നീട് കസബ പോലീസ് വ്യാപകമായി ഈ അനീഷിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. പക്ഷേ അനീഷിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം അനീഷിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ നാടുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് മോഷണം നടത്തുന്നതാണ്. ഒരു ദിവസം തന്നെ നിരവധി മോഷണങ്ങൾ നടത്തും. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് അനീഷ് കസബ പോലീസിൻ്റെ പിടിയിലാവുന്നത്. ദിവസങ്ങളോളമുള്ള അന്വേഷണത്തിനൊടുവിൽ തൃശ്ശൂർ വെച്ചാണ് അനീഷ് പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത്. പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇയാൾ കേരളവും തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. നിലവിൽ പാലക്കാട് തന്നെ വടക്കഞ്ചേരിയിൽ ഇയാൾക്ക് കേസുകളുണ്ട്, കോട്ടയം ജില്ലയിൽ കേസുകളുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഈ കേസുകളെല്ലാം മോഷണത്തിനാണ്. മോഷണം ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഹോട്ടലുകൾ, ബേക്കറികൾ, വീടുകൾ, കടകൾ ഇവിടങ്ങളിലെല്ലാം കയറി ഭക്ഷണം കഴിക്കും. അതിനുശേഷം അവിടെ കയ്യിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും മോഷ്ടിക്കുന്നതാണ് അനീഷിൻ്റെ രീതി. ഏതായാലും ഇപ്പോൾ ഹോട്ടൽ ഉടമ, അതായത് പാലക്കാട് അനീഷ് മോഷണം നടത്തിയിട്ടുള്ള ചന്ദ്രനഗറിലെ മൂൺ സിറ്റി ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള ജിയോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതിയെ കിട്ടി, ഇനി ആ പണം തിരികെ കിട്ടുന്നുള്ള ഒരു ആശങ്കയുണ്ടല്ലേ? പണം തിരികെ കിട്ടുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ അദ്ദേഹത്തെ അവിടെ സ്റ്റേഷനിൽ വെച്ച് അയാളെ പ്രതിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞ പണം തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അത് എങ്ങനെ എപ്പോൾ എന്ന് മാത്രം അറിയില്ല. എന്താ അയാളുടെ ഒരു ഭാവം എങ്ങനെയാണ് ആ സമയത്ത്? എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ അവിടെ കണ്ട സമയത്ത് കൊണ്ടുവന്ന പോലീസിനെ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ് നിങ്ങൾ കയറിയതെന്ന് പറഞ്ഞാണ് അവൻ എടുത്ത വഴിക്ക് പറഞ്ഞാൽ ആ പൈസ ഞാൻ തിരിച്ചു തരാൻ പറ്റോ എന്നാണ് പറഞ്ഞത്. ഏതായാലും ഹോട്ടൽ ഉടമയ്ക്ക് പൈസ തിരികെ കൊടുക്കാമെന്നെല്ലാം ഈ മോഷണം നടത്തിയിട്ടുള്ള ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതായാലും ശിവകുമാറുമായി ഇനി മറ്റു നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നാണ് നിലവിൽ കസബ പോലീസിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഏകദേശം ഒരു മാസത്തിനടുത്ത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. വിവിധ CCTV ദൃശ്യങ്ങൾ അനീഷിന് വേണ്ടി പോലീസ് പരിശോധിക്കുകയായിരുന്നു. കാരണം അനീഷ് ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്നല്ല, ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടല്ല ഈ മോഷണങ്ങൾക്കൊന്നും പോകുന്നത്. അയാൾ സ്ഥിരമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് മോഷണം നടത്തുന്നതാണ് അനീഷ് എന്ന് പറയുന്ന ഈ മോഷ്ടാവിൻ്റെ രീതി. മാത്രമല്ല മോഷണം നടത്തി കിട്ടുന്ന ഈ പണം കൊണ്ട് മദ്യപിക്കും, അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങും എന്നുള്ളതാണ് അനീഷ് പോലീസിന് നൽകിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ കന്യാകുമാരി സ്വദേശിയാണ്. പക്ഷേ കന്യാകുമാരിയിലേക്കൊന്നും പോവില്ല. മോഷണം കിട്ടിയ പണം കൊണ്ട് ഈ കേരളത്തിലൂടെ സഞ്ചരിക്കും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില ജില്ലകളിലൂടെ മാത്രം സഞ്ചരിച്ച് അവിടെയുള്ള ഈ ഹോട്ടലുകളിലും ബേക്കറികളിലും വീടുകളിലും കയറി ഭക്ഷണമെല്ലാം ചൂടാക്കി കഴിച്ച് തൻ്റെ വിശപ്പെല്ലാം അടക്കി അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതാണ് അനീഷ് എന്ന് പറയുന്ന ഈ മോഷ്ടാവിൻ്റെ രീതി. ഏതായാലും നിരവധി കേസുകളിലുള്ള പ്രതിയാണ്, മോഷ്ടാവാണ്. അയാളെ ഇപ്പോൾ ഏതായാലും കസബ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഏതായാലും അനീഷുമായുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുണ്ട് എന്നാണ് കസബ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കോടതിയിൽ അനീഷിനെ ഹാജരാക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.